കട്ട കെട്ടിയ ഗ്രാമത്തിലാണെങ്കിൽ പോലും റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ആണ്. അവിടെ ഇപ്പോൾ കുറച്ച് പിള്ളേർ മിണ്ടാതെ ഇങ്ങനെ വല്ലാതെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ എന്തോ കുഴപ്പമുണ്ട് എന്ന് തോന്നി ചോദിച്ചപ്പോൾ അവരുടെ കൂടെ വന്ന പിള്ളേർ 2 പേര് വെള്ളത്തിൽ പോയി. അത് ആണ് ശരിക്കും മൂന്നാം പക്കമായി മാറി. മാത്രമല്ല അതേ സമയത്ത് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു പയ്യൻ പറഞ്ഞ പോലെ സ്കൂളിലോ കോളേജിലോ മറ്റോ പോയതാണ്. ആ പയ്യൻ കടലിൽ പോയി. ആ പയ്യൻ്റെ അനിയൻ പെരുവഴി അമ്പലത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കള്ളൻ പവിത്രനൊക്കെ ഇദ്ദേഹം മുതുകുളം പോലെ ഒരു നാട്ടിൻപുറത്താണ് ജനിച്ചു വളരുന്നത്. അവിടെ ഇഷ്ടം പോലെ കള്ളന്മാരുണ്ട്. നമുക്കറിയുന്ന ഒരു കള്ളൻ തന്നെയാണ്. എല്ലാം നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അതെ അതെ അതെ. അപരൻ സിനിമയുടെ ക്ലൈമാക്സ്. അപ്പൊ ആ ക്ലൈമാക്സ് തീരുന്ന ഒരു പോയിന്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് അവിടെ പോകുന്നത്. അത് ശരിക്കും വിശ്വനാഥൻ തന്നെ ആണോ അതോ ഈ രാത്രിയുടെ 17ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഭൂമിയിൽ നിന്ന് യാത്രയാവും, ഒരിക്കലും തിരിച്ചു വരാനാകാത്ത ഒരു യാത്ര, ഒന്നിനും നിന്നെ തിരിച്ചു വിളിക്കാനാവില്ല എന്ന് പറയുന്നത്. ആ അവസാനത്തെ ആ വാക്കുകൾ അത് ഈ അറമ്പറ്റി എന്നൊക്കെ ആ സമയത്ത് തന്നെ പോയി. അദ്ദേഹം വളരെ അറിവുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ആദ്യമേ പറഞ്ഞു, ഗന്ധർവനെ തൊട്ട് ഈ അശരീരികളെ തൊട്ട് കളിക്കാൻ പോകരുത്, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ ഒരു എടുത്ത് ചാട്ടമല്ല. ഫ്ലൈറ്റിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഫ്ലൈറ്റ് പരുന്തിൽ തട്ടി താഴെ വന്നിറങ്ങി. എന്തോ നിങ്ങളെ കാണാൻ പറ്റിയെന്നുള്ള ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എവിടെ പോയി തന്നെ. നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ അത് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ അദ്ദേഹം നൽകുന്ന അതിൻ്റെ അകത്തുള്ള ഒരു കത്തുണ്ട്. ആ കത്തിലെ വരികളുണ്ട്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ അടുപ്പമാണെന്ന് അറിഞ്ഞപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയി. എന്നെ ജോലി റിസൈൻ ചെയ്യിച്ചു. ഇനി ജോലിക്കൊന്നും പോകണ്ട, വീട്ടിലിരുന്നാൽ മതി എന്നും പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുത്തെഴുതാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എപ്പോഴാ പ്രണയം വന്നതെന്നൊന്നും പറയാൻ അറിഞ്ഞൂടാ. ദൈവം ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. എൻ്റെ എവിടെയെങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടി അത് ദൈവം നിശ്ചയിച്ച് അത് വിരിയ എന്നൊക്കെ പറഞ്ഞങ്ങ് ഇരിക്കുക, അത്ര തന്നെ. എന്ന് തൊട്ടായിരുന്നു ഇദ്ദേഹം ഇങ്ങനെ താടി വെച്ച് മാത്രമേ ഞാൻ ഇനി ആളുകളുടെ മുന്നിൽ വരുള്ളൂ എന്നുള്ളൊരു കോൺഷ്യസ് തീരുമാനമായിരുന്നോ, അല്ലെങ്കിൽ അതിന് മുന്നുള്ള ഒരു രൂപം അതെങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, താടി വെച്ച് തുടങ്ങിയപ്പോൾ ആദ്യം താടി എടുത്തപ്പോൾ രണ്ടാമത്തെ ബ്രദർ മരിച്ചു. ഇത്രയും അരോഗദൃഢഗാത്രനായ ഈ 8 മക്കളിൽ ഏറ്റവും സുന്ദരനായ അദ്ദേഹം ആദ്യം മരിച്ചു 40ാമത്തെ വയസ്സിൽ. 2-3 കൊല്ലം കഴിഞ്ഞു പിന്നെയും താടിയെടുത്തു. അപ്പോൾ മൂത്ത ബ്രദർ ഡോക്ടർ ആയിരുന്നു അദ്ദേഹം, അതിസുന്ദരനായിരുന്നു. ഈ പറഞ്ഞ പോലെ അവരെല്ലാവരും അവരൊന്നും അത്ര നല്ലതല്ല പത്മനാഭൻ സാറിനെ കാണാൻ. ആ ചേട്ടന്മാർ കുറേ കൂടെ സുന്ദരന്മാരായിരുന്നു 2 പേരും. ആ ചേട്ടൻ മരിച്ചു. ആദ്യം സ്ക്രിപ്റ്റ് വായിക്കുന്നത് ഞാനാ, പകർത്തി എഴുതുന്നത് ഞാനാ. പിന്നെ അസിസ്റ്റൻസ് എഴുതാൻ തുടങ്ങിയെങ്കിലും ആദ്യം ഞാൻ വായിച്ചതിന് ശേഷം മറ്റുള്ളവർ കാണുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ല, അവിടെ ഉണ്ടായിരുന്ന എന്നോട് പറയും. നമ്മൾ പലരുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 10 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ, പോട്ടെ 5 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്ന് ഉറപ്പായും ഇദ്ദേഹത്തിൻ്റെതായിരിക്കും. നമുക്കിപ്പം പപ്പേട്ടൻ്റെ സ്വന്തം രാധാലക്ഷ്മി മാമാണ് ഇരിക്കുന്നത്. വരുന്ന ജനുവരി 23-ന് പപ്പേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 34 വർഷങ്ങളാവുകയാണ്. എങ്ങനെയായിരുന്നു അമ്മ ഈ കഴിഞ്ഞ കാലങ്ങൾ അമ്മ താണ്ടിയത്? എങ്ങനെയായിരുന്നു? പത്മരാജൻ്റെ ഭാര്യ എന്നുള്ളത് തന്നെ അദ്ദേഹം മരിച്ചിട്ടില്ല എന്നുള്ളതിനൊരു ഉദാഹരണമാണ്. ഇപ്പോഴും നിങ്ങൾ ആ പേര് പറയുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹം ഉണ്ട്. നമ്മൾ കാണുന്നില്ല, കാണാമറയത്തുണ്ട് അദ്ദേഹം എന്ന് തന്നെ വിചാരിക്കുന്നു. ഏതു നേരവും എപ്പോഴും അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട് എന്ന വിചാരത്തിൽ ഞാൻ കഴിയുന്നു. പ്രണയം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായി പല രീതികളിൽ പല തലത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ്. അപ്പോൾ അമ്മ തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മ്യൂസ് എന്നൊക്കെ പറയുന്നത്? ശരിയല്ല, അദ്ദേഹത്തിൻ്റെ അമ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ. ആ അമ്മയാണ് ഈ മകനെ ശരിക്കും ഈ മകനാക്കിയത്. പത്മരാജൻ എന്ന എഴുത്തുകാരൻ്റെ ശരിക്കും വളർച്ചയ്ക്ക് അമ്മയാണ് കാരണം. ആ അമ്മയാണ് പത്മരാജൻ്റെ എല്ലാം. പത്മരാജൻ എന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സംവിധായകനൊക്കെ ഉണ്ടായത് ആ അമ്മയിൽ നിന്നാണ്.
ആ അമ്മയാണ് ആദ്യം വണങ്ങേണ്ടത്. ഞാൻ അതിൻ്റെയൊക്കെ അടുത്ത് നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു കുറവും തോന്നുന്നില്ല. ആ അമ്മയുടെ മരുമകളാവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ മലയാള സിനിമയിൽ വളരെ ഇതായിട്ടുള്ള പേരെടുത്ത് ഒരുപാട് ആക്ടേഴ്സിനെ മലയാള സിനിമയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായിട്ട് കൊണ്ടു നിർത്തിയ ഒരാളും കൂടെയാണ് പപ്പേട്ടൻ അല്ലേ. നമ്മുടെ ജയറാമേട്ടനായിക്കോട്ടെ, റഹ്മാൻ സാറായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പേരെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയാണ്. ഈ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവരിൽ ആരാണ് എൻ്റെ ഏറ്റവും അരുമ ശിഷ്യൻ? അങ്ങനെ ആരെങ്കിലും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരെയും ഇഷ്ടമായിരുന്നു. ഒരു പ്രത്യേക ഇമോഷണൽ കണക്ഷൻ ഉള്ള അങ്ങനെ ആരെങ്കിലും അങ്ങനെ പറയാനൊക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. നമ്മളോട് ഏറ്റവും എളുപ്പം കാണിക്കുന്നത് ജയറാമാണ്. ജയറാമാണ് ഏറ്റവും കൊണ്ടുവന്നവരിൽ. അല്ലാത്തവരുണ്ട്. ഇപ്പം ലാലൊക്കെ ഭയങ്കര അടുപ്പം കാണിക്കുന്ന ആൾക്കാരാണ്. കൊണ്ടുവന്നതിൽ നമ്മളോട് ഏറ്റവും അടുപ്പം കാണിക്കുന്നത് ജയറാം. ഈ ലാലേട്ടന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പത്മനാഭൻ സാറിന്റെ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് സ്റ്റാർസ് ഉണ്ട്, മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്. എന്നിരുന്നാലും കുറേ അധികം ചിത്രങ്ങളിൽ വീണ്ടും വീണ്ടും നമ്മൾ കണ്ടിരുന്നത് അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമകൾ എന്ന് പറയുന്നത് എപ്പോഴും പപ്പൻ സാറുമായിട്ടുള്ള കോമ്പിനേഷനിലൂടെ നമുക്ക് കിട്ടിയ പല സിനിമകളായിരുന്നു. അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരുന്നു ലാലേട്ടൻ പത്മരാജൻ സർ? ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ലാൽ വളരെ ടാലന്റഡ് ആണ്, അദ്ദേഹത്തിന് അറിയാൻ പറ്റും. ആ ടാലൻസ് ഉള്ളവരെല്ലാം അത് എത്തരക്കാരായാലും അങ്ങനെ നോക്കില്ല, ടാലൻസിനോട് ഭയങ്കര ബഹുമാനം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. അവരെ എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഉള്ള വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവരെ ഇഷ്ടമല്ല എന്നൊന്നും വരുന്നില്ല. എല്ലാവരോടും താല്പര്യം, നന്നായിട്ട് ടാലൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരോടും നല്ല താല്പര്യമായിരുന്നു. അതുപോലെ അവൻ വേസ്റ്റ് ആണെന്ന് പറയുന്ന ആൾക്കാർ വേറെയും ഉണ്ടായിരുന്നു. അഭിനയിക്കാൻ അറിയത്തില്ല, ആക്ഷൻ കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഉള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. പത്മരാജൻ സാറിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു താടി ഉള്ള ഒരു അങ്ങനത്തെ ഫോട്ടോസ് മാത്രമേ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൂ. പക്ഷെ താടി ഇല്ലാത്ത അദ്ദേഹത്തിന്റെ ഒരു വേർഷൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു രൂപം അമ്മയുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. അപ്പം എന്ന് തൊട്ടായിരുന്നു ഇദ്ദേഹം ഇങ്ങനെ താടി വെച്ച് മാത്രമേ ഞാൻ ഇനി ആളുകളുടെ മുന്നിൽ വരുള്ളൂ എന്നുള്ളൊരു കോൺഷ്യസ് തീരുമാനമായിരുന്നോ? അല്ലെങ്കിൽ അതിന് മുന്നുള്ള ഒരു രൂപം അതെങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, താടി വെച്ച് തുടങ്ങിയപ്പോൾ ആദ്യം താടി എടുത്തപ്പോൾ രണ്ടാമത്തെ ബ്രദർ മരിച്ചു. 40ാമത്തെ വയസ്സിൽ മരിച്ചു. ക്യാപ്റ്റനായിരുന്നു. ഇത്രയും അരോഗദൃഢഗാത്രനായ ഈ 8 മക്കളിൽ ഏറ്റവും സുന്ദരനായ അദ്ദേഹം ആദ്യം മരിച്ചു 40ാമത്തെ വയസ്സിൽ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇനി താടി എടുക്കണ്ട. അവസാനം 2-3 കൊല്ലം കഴിയുമ്പോൾ പിന്നെയും താടിയെടുത്തു. അപ്പോൾ മൂത്ത ബ്രദർ ഡോക്ടർ ആയിരുന്നു അദ്ദേഹം, അതിസുന്ദരനായിരുന്നു. ഈ പറഞ്ഞ പോലെ അവരെല്ലാവരും അവരൊന്നും അത്ര നല്ലതല്ല പത്മരാജൻ സാറിനെ കാണാൻ. ആ ചേട്ടന്മാർ കുറെ കൂടെ സുന്ദരന്മാരായിരുന്നു രണ്ടുപേരും. ആ ചേട്ടൻ മരിച്ചു. അപ്പം ഇനി താടി എടുക്കുകയേ വേണ്ട. പിന്നെ അങ്ങനെ എടുത്തിട്ടില്ല, താടി എടുത്തിട്ടില്ല. വളർത്തി തുടങ്ങിയത് എപ്പോഴാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. കല്യാണ സമയത്ത് താടിയില്ല. ഇല്ല. അതിൽ അദ്ദേഹത്തിന്റെ ശബ്ദവും ഭയങ്കര ഒരു ഘനഗാംഭീര്യമുള്ള ശബ്ദമാണ് എന്നുള്ളത് കിട്ടുന്നത്. അതുകൊണ്ടാണല്ലോ ആകാശവാണി ഞാൻ എപ്പോഴും പറയണ്ട, നേഷൻ ആക്സെപ്റ്റ് ചെയ്ത ശബ്ദമാണ് എൻ്റെ. എന്ത് ഒരുപാട് ദിവസം ആൾക്കാർ വരും ഇവിടെ സിനിമയിൽ അഭിനയിക്കണമെന്നും പറഞ്ഞ്. ആ വരാന്തയിലൊരു ഇട്ടിട്ടുണ്ടായിരുന്നു, കസേര ഇട്ടിട്ടുണ്ടായിരുന്നു. വരാന്തയിൽ വന്നിരുന്ന് അവരുടെ അടുത്ത് സംസാരിക്കുക. ഇദ്ദേഹം ഒന്നും പറയില്ല, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും കുറെ. അപ്പം ഇദ്ദേഹം ചെയ്യുന്നത് അവരുടെ ആക്ഷൻസ്, അഭിനയിക്കാൻ വരുന്നവരെ ഇവരെന്തൊക്കെ എൻ്റെ അടുത്ത് പറയാം, അവൻ്റെ ഇങ്ങനെ വെറുതെ തലയാട്ടുന്നു, അല്ലെങ്കിൽ കണ്ണ് ചിമ്മുന്നു, ഇങ്ങനെ ഓരോ ആക്ഷൻസും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടാണ് വല്ലപ്പോഴും അതിൻ്റെ വരുന്ന കൂട്ടത്തിന് സെലക്ട് ചെയ്യുന്നത്. ഈ ജയറാമേട്ടനൊക്കെ അങ്ങനെ ജയറാമേട്ടനെ സെലക്ട് ചെയ്ത് ഞങ്ങളൊരിക്കൽ എറണാകുളത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഏതൊരു ഫംഗ്ഷന് പോയതാ. ഫംഗ്ഷൻ ആരുടെ കല്യാണത്തിനൊക്കെ പോയിട്ട്. അപ്പം ഇവരുടെ മിമിക്രി ഉണ്ടായിരുന്നു. അപ്പം അത് കാണാൻ ആരോ വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ പോയി മിമിക്രി കണ്ടു. കലാഭവൻ്റെ കണ്ട് ഇങ്ങ് വരികയും ചെയ്തു. അപ്പം പിള്ളേരുണ്ടായിരുന്നില്ല അപ്പോൾ കൂടെ. അപ്പം പപ്പന് ആ കുറി പിന്നെ വന്നിട്ട് അവരുടെ മിമിക്രിയുടെ കാസറ്റ് എടുത്തു. അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞ് മുകളിൽ ഞങ്ങളങ്ങനെ ഈ പറഞ്ഞ പോലെ അച്ഛനുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ചാണല്ലോ എപ്പോഴും ഇരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിൻ്റെ ഫോണാണ്. അപ്പോൾ പറഞ്ഞു, പിന്നെ എൻ്റെ ഒരു അനന്തരവനുണ്ട്, അവന് ഇത്തിരി അഭിനയിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്,
കാണാനൊക്കെ ഇതിൽ കലാഭവനിൽ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതാരാണെന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആരാണെന്ന്? അപ്പോൾ ആരാണെന്ന് എനിക്കും പിടികിട്ടി. നല്ല വെളുത്തിട്ട് നല്ല ഹൈറ്റുള്ളൊരു പയ്യനാണ്. അപ്പം അപ്പം പറഞ്ഞു, അപ്പം അവൻ കണ്ടതേ ഉള്ളൂ. അത് അവിടെ കാസറ്റ് അവിടെ ഇരിക്കുക. അച്ഛാ അത് ജയറാമായിരിക്കും, ജയറാം എന്നായിരിക്കും, അയാളുടെ പേര് ജയറാമായിരിക്കും എന്ന് പപ്പൻ അന്ന് പപ്പൻ പറഞ്ഞു. അപ്പം ചോദിച്ചു, ജയറാമാണോ എന്ന് ചോദിച്ചു. അത് തന്നെ, അവൻ തന്നെ, ചേട്ടൻ്റെ മോനാണ് എന്തോ പറഞ്ഞു. അപ്പോൾ വരാൻ പറയാൻ പറഞ്ഞു. പിന്നെ ജയറാം വന്നു, കണ്ടു. പറഞ്ഞ പോലെ ഹിസ്റ്ററി. ജയറാം ഒരു രൂപ ദക്ഷിണയും കൊണ്ടാണ് വന്നത്. എന്നിട്ട് പപ്പൻ്റെ ഷർട്ട് ഇട്ട് ഒരുപാട്, പപ്പൻ അപ്പോഴേ അത്രയും തടിയുണ്ട്. അവന് ജയറാമിൻ്റെ ഷർട്ട് 5-6 വയസ്സിന് താഴെയാണ്. ഷർട്ടൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾക്കൊരു ഫ്ലാറ്റുണ്ട്. സാറ് പിന്നെ വാങ്ങിച്ചതാണ് അത് ഇരുന്ന് എഴുതാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്, ഐശ്വര്യ അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ജഗതിയിൽ. അപ്പോൾ അവിടെ പോയി ജയറാം പപ്പൻ്റെ ഷർട്ടൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു, ഇവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ഈയിടെ എൻ്റെ അടുത്ത് വന്ന് എന്നെ അമ്മ എന്നാണ് വിളിക്കുന്നത്. അമ്മ ആ ഫോട്ടോ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് തരുമെന്ന് 3-4 എൻ്റെ അടുത്ത് വാങ്ങിച്ചുകൊണ്ടും പോയി. ഇല്ല, ആ ഫോട്ടോസ് ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ. അപ്പോൾ സിനിമകളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ ഞാൻ ഗന്ധർവന്റെ കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് എനിക്ക് തോന്നുന്നു ഒരുപാട് അമ്മയടുത്ത് പലരും ചോദിച്ചൊരു ചോദ്യം തന്നെ ആയിരിക്കാം. എന്നിരുന്നാലും അതായത് ഈ ഞാൻ ഗന്ധർവന്റെ അവസാനം വരുന്ന ഒരു ശാപവാക്ക് പോലെ പറഞ്ഞു പോകുന്ന ഒരു വരിയുണ്ട് അല്ലേ? ചിത്രശലഭമാവാനോ. ഈ രാത്രിയുടെ 17ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഭൂമിയിൽ നിന്ന് യാത്രയാകും, ഒരിക്കലും തിരിച്ചു വരാനാകാത്ത ഒരു യാത്ര, ഒന്നിനും നിന്നെ തിരിച്ചു വിളിക്കാനാവില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ സിനിമ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് കൺസീവ് ചെയ്ത സമയം തൊട്ട് ഗന്ധർവനെ ഇത്തരത്തിൽ ചിത്രീകരിക്കുന്ന ഒരു ചിത്രം എടുക്കരുത്, അല്ലെങ്കിൽ അങ്ങനൊരു ചിത്രത്തിന് വേണ്ടിയിട്ട് മുതിരരുത് എന്ന് ഒരുപാട് പേര് ഉപദേശിച്ചിരുന്നു. ഇത് തുടക്കം മുതൽ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതൊന്നും മറികടന്ന് അദ്ദേഹം ചെയ്തതാണ് ഈ ഒരു സിനിമ എന്ന് കേട്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആ അവസാനത്തെ ആ വാക്കുകൾ, അത് ഈ അറമ്പറ്റി എന്നൊക്കെ സമയത്ത് തന്നെ പോയി. അമ്മ അതിൽ അങ്ങനത്തെ അത്തരത്തിൽ അമ്മയ്ക്ക് പിന്നെ ഈ സിനിമ കാണുമ്പോൾ അങ്ങനത്തെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ, അങ്ങനെ ഒരു ഭയം തോന്നുകയോ അല്ലെങ്കിൽ ഭയമൊന്നും തോന്നില്ല, നമുക്കുള്ളത് വന്നിരിക്കും. അത് പ്രായവും ഇതൊന്നും അതല്ല, നമുക്ക് വരാനുള്ളത് നമുക്ക് വന്നിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അനുഭവിക്കേണ്ടതൊക്കെ ഞാൻ അനുഭവിച്ചല്ലേ പോകാനൊക്കെ ഉള്ളൂ. ഈ ഒരു ചിത്രത്തിന്റെ ഈ ഒരു പ്രോസസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് ഏതെങ്കിലും നമ്മളുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. തുടക്കം മുതൽ കാട്ടുമാടൻ നാരായണൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അദ്ദേഹം വളരെ അറിവുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ആദ്യമേ പറഞ്ഞു, ഗന്ധർവനെ തൊട്ട് ഈ അശരീരികളെ തൊട്ട് കളിക്കാൻ പോകരുത്, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ ഒരു എടുത്ത് ചാട്ടമല്ലേ, അരുത് എന്ന് പറഞ്ഞാൽ ഉടനെ അത് ചെയ്യുക എന്നുള്ളത്. എന്തായാലും അത് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് തുടക്കം മുതൽ ആദ്യം ഇവർ ഫ്ലൈറ്റിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഫ്ലൈറ്റ് പരുന്തിൽ തട്ടി താഴെ വന്നിറങ്ങി. ഞാനിങ്ങനെ അനാഥ മന്ദിരത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ നിൽക്കുന്നു. ഞാൻ പോയില്ലേ ചോദിച്ചു. പറഞ്ഞു, ഇങ്ങനെ എന്തോ നിങ്ങളെ കാണാൻ പറ്റിയെന്നുള്ള ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എവിടെയോ പോയെന്നെ മരുന്നിടിച്ച് പിന്നെ വിമാനം കത്തിപ്പോയെന്നെ. എന്തോ ഭാഗ്യത്തിന് സേഫ് ലാൻഡ് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഭരദ്വാജിനെ കാണാൻ പോകുന്ന സമയത്തായിരുന്നു. അപ്പോൾ ആ ദിവസം മാറി. അപ്പം അയാൾ എന്താണ് അങ്ങനെ പേര്, നിതീഷ് ഭരദ്വാജിന് വേറെ ഏതോ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇവർ പറഞ്ഞ ഡേറ്റിന് അവിടെ എത്താൻ ഒത്തില്ല. അപ്പം അങ്ങേരെ കാണാൻ താമസിച്ചു. അതേ സമയത്ത് ഇതിൻ്റെ പ്രൊഡ്യൂസർക്കും താമസിച്ചു. അങ്ങേര് ഫോറിനിലായിരുന്നു. അയാളുടെ ഓഫീസിലൊരു സ്ത്രീനെ മരിക്കുകയോ ആരോ കൊല്ലുകയോ എന്തോ ചെയ്തു. അങ്ങേര് പറഞ്ഞ് ഗന്ധർവൻ രക്ഷപ്പെടുത്തി. എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കൊന്നു എന്ന് പറഞ്ഞേനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വണ്ണിങ് മുഹമ്മദ് എന്നായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗന്ധർവൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് പെൺകുട്ടി അതെ വെറ്റില ചുരുക്കുക എന്തോ ചെയ്തിട്ട്, അല്ല ഇങ്ങനെ തന്നെ ഗന്ധർവനെ പിന്നെ ബോധം കെട്ടു വീണു. അതുപോലെ ആ പെൺകുട്ടിക്കും എന്തോ പ്രശ്നമുണ്ട്. എല്ലാവർക്കും പ്രശ്നങ്ങളോട് പ്രശ്നമായിരുന്നു. നമ്മൾ അന്ധവിശ്വാസികളൊന്നും അല്ലെങ്കിലും ഇതിനൊക്കെ അത് അങ്ങനെ ചെയ്തുകൊണ്ട് വന്നാണെന്നൊക്കെ പറഞ്ഞാലും വേറെ വിശ്വാസമുള്ളവർ വിചാരിച്ചാൽ ഇതൊക്കെ അത് ചെയ്തുകൊണ്ട് വന്നാണ് എന്ന് പറയാം. ഒന്നും അറിയില്ല. നമ്മളെല്ലാം അറിയാൻ ധരിച്ചുകൊണ്ട് നടക്കുന്നവരാ.
ഒന്നും നമുക്കറിയില്ല. ഈ പ്രകൃതിയുടെ നിയമങ്ങളെക്കുറിച്ചോ എന്താണ് ദൈവം ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ എൻ്റെ എവിടെയെങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടി അത് ദൈവം നിശ്ചയിച്ച് അത് വിധിയ എന്നൊക്കെ പറഞ്ഞങ്ങ് ഇരിക്കുക, അത്ര തന്നെ. നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഉണ്ടോ ഇല്ലയോ, എന്തൊക്കെയാണ് നമുക്ക് കരുതി വെച്ചിരിക്കുന്നത്. നീ പറഞ്ഞ പോലെ എന്തൊക്കെ ദുഃഖം കാണാനാണ് ഞാൻ ഈ പ്രായത്തിൽ ഇരിക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നും കാണാതെ പോയ ഭാഗ്യം. ദുഃഖങ്ങളാവാത്തൊരു ഒരുപാട് സന്തോഷങ്ങൾ കാണാനാണ് നിൽക്കുന്നതെങ്കിലും അതാവാനും എന്ന് നമ്മൾ ആഗ്രഹിക്കുക. അപരൻ സിനിമയുടെ ക്ലൈമാക്സ്. അപ്പൊ ആ ക്ലൈമാക്സ് തീരുന്ന ഒരു പോയിന്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് അവിടെ പോകുന്നത്. അത് ശരിക്കും വിശ്വനാഥൻ തന്നെ ആണോ അതോ അദ്ദേഹത്തിനെ അറിയുള്ളൂ ആണ്? അമ്മ ചോദിച്ചിട്ടില്ല. ഇല്ല. ഇത്തരത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ചില പടങ്ങൾ ഇപ്പം ഇതുണ്ട്. നമുക്ക് ഒരുപാട് ഇപ്പം ഈവൻ അദ്ദേഹത്തിന്റെ അവസാനത്തെ ചിത്രമാണെങ്കിൽ തന്നെ ഒരുപാടധികം എഫോർട്ട് ഇട്ട് ചെയ്യുന്ന ചില ചിത്രങ്ങൾ അത് വിചാരിക്കുന്ന ആ ഒരു വിജയത്തിലേക്ക് എത്താതിരിക്കുമ്പോൾ അതെങ്ങനെയായിരുന്നു ഇദ്ദേഹം അത് റിസീവ് ചെയ്തുകൊണ്ടിരുന്നത്? അത്തരത്തിലുള്ള ശരിക്കും പറഞ്ഞ അരപ്പട്ടയല്ല, അരപ്പട്ടയാണ് ബെസ്റ്റ് പടം എന്നാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും നല്ല പടം അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പടം അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിടത്തൊരു ഫാൽവാൻ, അതും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അവിടെ പോയി കുമരകത്ത് വെച്ച് ഷൂട്ട് ചെയ്ത പടം. അതാണ് ഇന്റർനാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചത്. അതെ 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 അതെ. ഇത് 4-5 ദിവസമേ ഓടിയിട്ടുള്ളൂ. അരപ്പട്ടയും വളരെ മറ്റേ ഇത് ഒരിടത്തൊരു ഫാൽവാനും വളരെ കുറച്ചേ ഓടിയുള്ളൂ. പക്ഷെ അതാണ് പല സ്ഥലത്തും പോയി അവാർഡുകൾ വാങ്ങിച്ച് കൊണ്ടുവന്നത്. അടുത്തായിട്ട് വീണ്ടും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറഞ്ഞാൽ അതും ഇത്തരത്തിൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള, അപ്പം ഇത് അതേ കാലം അളവിൽ തന്നെ ഞാൻ കണ്ട വേറൊരു സിനിമ, എനിക്ക് സിനിമയുടെ കറക്റ്റ് പേര് ഓർമ്മയില്ല, പക്ഷെ ആ സിനിമയില് നമ്മളുടെ ഭർത്താവ് മദ്യപിച്ചിരിക്കുന്ന സമയത്ത് ഭാര്യയെ ആളുകൾ ഉപദ്രവിക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ ആ ഭാര്യയെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സിനിമയുണ്ട്. പാർവതി മാമക്കായിരുന്നു അഭിനയിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ല, പത്മരാജൻ സാറിന്റെ പടമല്ല, വേറൊരു ചിത്രം ഉറപ്പായിട്ടും. അങ്ങനെ ഒരു പടം നടക്കുന്നുണ്ട്. അപ്പൊ അതായിരുന്നു അന്നത്തെ കാലത്തെ ആളുകളുടെ ഒരു മാനസികാവസ്ഥ. അപ്പൊ ആ സമയത്താണ് രണ്ടാനച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ വളരെ ശക്തമായിട്ട് ഞാൻ കൂടെ വരണം എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രണയ സങ്കല്പം മൊത്തത്തിൽ എങ്ങനെയായിരുന്നു പത്മരാജൻ സാറിന്റെ ഒരു പ്രണയ സങ്കല്പം എന്ന് പറയുന്നത്? കുടുംബത്തിനെ ഇത്രയും സ്നേഹിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല. അമ്മ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ പോലെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതെ, അത്ര നല്ല അമ്മയായിരുന്നു. അത് നമുക്ക് അദ്ദേഹത്തിന്റെ ഓരോ മൂവി കിട്ടുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ആ ഒരു ഫീലിംഗ് നമുക്കത് തന്നെ. മാത്രമല്ല ഒരുപാട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ചെറിയൊരു കാലിലൊരു മുറിവ് വന്ന് പഴുത്ത് ആകെ വല്ലാതായ ഒരു അവസരം. അപ്പം അമ്മ കയ്യിൽ നിന്ന് വിടാതെ ഏത് നേരം എടുത്തുകൊണ്ട് നടന്നുണ്ട്. പലപ്പോഴും പറയണ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാ, കാലിനിങ്ങനെ ചലമൊക്കെ വന്നിട്ട് അമ്മയുടെ മേലെ ഒട്ടിപ്പിടിച്ച് അതിനെ കഴുകിയെടുക്കണ്ടേ അമ്മ മകനെയും. അതേ അടുപ്പമായിരുന്നു. ആ അമ്മയെന്ന് മാറ്റിയെടുക്കാൻ അത്ര പ്രയാസമാണ് മകനെ എന്നുള്ള അത്രയും അടുപ്പമായിരുന്നു അവർ തമ്മിൽ. ആ അമ്മ എന്ന് പറഞ്ഞാൽ ജീവൻ കളയും, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അടുത്തതായിട്ടുള്ള ഇതുപോലെ ഉള്ള ഒരു ചോദ്യം വരുന്നത്, അതായത് അരപ്പട്ട കിട്ടിയ ഗ്രാമം അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് എന്താ ഒരു ബ്രോത്തൽ ഹൗസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാർ പോകുന്നു. മമ്മൂക്കയായിരുന്നു അതിലെ പ്രധാന കഥാപാത്രം. അപ്പം ഒരു സിനിമ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മളുടെ പത്മരാജൻ സാർ പപ്പേട്ടൻ പാലിക്കുന്ന ആ ഒരു പ്രമേയത്തിനോടുള്ള അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന ക്രൈറ്റീരിയകളാണ് ഞാനൊരു സിനിമയുടെ അദ്ദേഹം നേരിട്ട് കണ്ട ഒരു സംഗതിയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. ശ്രീലതയുടെ ഹസ്ബൻഡിന് അവിടെ ഡോക്ടറായിരുന്നു. അങ്ങനെ അവര് അവിടെ ഒരു ആയുർവേദോ ആയുർവേദ ഡോക്ടറാണോ എന്നാണ് എൻ്റെ ഓർമ്മ. നമ്പൂരിക്ക് അവിടെ ഉണ്ടായിരുന്നു. ആ ശ്രീലതയുടെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. അവിടെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ഥലമുള്ളതായിട്ട് ഇദ്ദേഹത്തിന് അറിയാം. അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ്. ഇങ്ങനൊരു മാളുവമ്മ എന്ന് ആ പേരല്ലെങ്കിലും അതേ ഏകദേശം അതുപോലെ ഒരു ക്യാരക്ടർ അവിടെ ഉണ്ടായിരുന്നെന്നും, ജഗതി ചെയ്ത ക്യാരക്ടർ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് കേട്ടറിഞ്ഞിട്ട് തന്നെയാണ് അവിടെ പോയി. ഇത് പ്രമേയം ഭയങ്കര പ്രശ്നമായിരുന്നു. ആ പടം ഇറങ്ങിയപ്പോൾ 2 ചേരിയായി, മുസ്ലിംസും ഹിന്ദുസും ബഹളം. അന്നത്തെ മിനിസ്റ്ററായിരുന്നു, തിയേറ്റർ കത്തിക്കും എന്ന് വരെ പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. അതിലൊരു ഡയലോഗുണ്ട്, ഗൗരിക്കുട്ടിയെ ഒരു ബ്രോത്തലിലേക്ക് കൊണ്ടുപോകണം.
കൊണ്ടുപോകുമ്പോൾ അവിടെ ഏത് പെൺകുട്ടി വന്നാലും ഒരു മുസ്ലിം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തും കൂടി പോയിട്ട് ഇതിലേക്ക് പോകാൻ ഒക്കുള്ളൂ. അപ്പോൾ ഈ ഗൗരിക്കുട്ടിയെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാതെ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇദ്ദേഹം അറിഞ്ഞ ഈ പ്രശ്നമാവും എന്ന് പറഞ്ഞ ഭയങ്കര ഇതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവർ വരികയാണെങ്കിൽ ഞങ്ങൾ കുറേ ആൺകുട്ടികൾ ഇവിടെയുണ്ട് എന്ന് ഇപ്പുറത്തുനിന്ന് ജഗതിയുടെ കൂട്ടരെ, ജഗതി ഹിന്ദുസിൻ്റെ ഇതിൽപ്പെട്ടതാണ്. അങ്ങനെ ഒരു പ്രമേയമായിരുന്നു. പേടിയായിരുന്നു പടം ഇറങ്ങാൻ. എന്താന്ന് വെച്ചാൽ നമുക്ക് പേടിയില്ല, പക്ഷെ തിയേറ്ററുകാർക്ക് പേടിയുണ്ടായിരുന്നു. തിയേറ്റർ കത്തിക്കും. പ്രശ്നമൊന്നും ഉണ്ടായില്ല. പടം 5-6 ദിവസം ഓടിയുള്ളൂ. ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ട് മാളുവമ്മ എന്ന ക്യാരക്ടർ, അതേ ക്യാരക്ടർ തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡും കിട്ടിയല്ലോ. അല്ല, അപ്പൊ ഇത്തരത്തിലുള്ള വളരെയധികം സപ്പോർട്ടിങ് ആക്ട്രസ് ഉണ്ട് സുകുമാരിയമ്മയ്ക്ക് ഈ ചിത്രത്തിന് കിട്ടിയിരുന്നു. അതായത് അദ്ദേഹത്തിന് പല ചിത്രങ്ങളും ഭയങ്കര ഫാന്റസി വന്നിട്ടുണ്ട്. ഇപ്പൊ കലംപവിത്രനാവാം, നമ്മളുടെ ഞാൻ ഗന്ധർവനാവാം, വളരെയധികം ഈവൻ തൂവാനത്തുമ്പികൾ പോലും അതൊരു ഫാന്റസിയാണ്. ക്ലാര എന്ന് പറയുന്നത് നമുക്കൊരു ഫാന്റസിയാണ് അല്ലേ. അപ്പം അദ്ദേഹം എന്ന വ്യക്തി എങ്ങനെയായിരുന്നു ഇതുപോലെ ഉത്തരത്തിൽ ഫാന്റസികൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മളുടെ മിത്സ് ഇതിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇല്ലാത്തതുണ്ടാകാൻ അത് അങ്ങനെ ഒരു ഭയങ്കര താല്പര്യം. സൂപ്പർ നാച്ചുറൽ പവർ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ കാണണം എന്നൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അന്വേഷിച്ച് കണ്ടറിയാൻ വേണ്ടിയിട്ടുള്ള യാത്രകൾ തുടങ്ങിയ കാര്യം, അങ്ങനെ എന്തെങ്കിലും യാത്രയോ അങ്ങനെ ഈ കള്ളൻ പവിത്രനൊക്കെ ഇദ്ദേഹം മുതുകുളം പോലെ ഒരു നാട്ടിൻപുറത്താണ് ജനിച്ചു വളരുന്നത്. അവിടെ ഇഷ്ടം പോലെ കള്ളന്മാരുണ്ട്. നമുക്കറിയുന്ന ഒരു കള്ളൻ തന്നെയാണ്. എല്ലാം നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അതെ അതെ അതെ. ഓക്കെ. അമ്മ ഇത്രയും വന്ന അദ്ദേഹത്തിന്റെ പല കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹം കണ്ട അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്പർശിച്ച ഒരുപാട് ആൾക്കാരാണ്. ഉറപ്പായിട്ടും അമ്മയെ ഏതെങ്കിലും കഥാപാത്രമാക്കി മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. പലതിലും എന്റെ സ്വഭാവം കിട്ടിയിട്ടുണ്ട്. ആദ്യം വന്നത് നക്ഷത്രങ്ങളെ കാവലാണ്. അതിലെ കല്യാണിക്കുട്ടി എന്നുള്ള കഥാപാത്രം എന്റെ മോഡലായിരുന്നു. അതില് എന്റെ ഈ ചെറിയമ്മയായിരുന്നു മീനാക്ഷി എടുത്തി എന്നുള്ള കഥാപാത്രം. അമ്മാവൻ മറ്റേയാള്, അതാണ് ഭയങ്കര ബഹളമായി. ഞാൻ പറഞ്ഞില്ലേ അമ്മാവൻ ദേഷ്യപ്പെട്ട്. അങ്ങനെ ഒരുപാട് ഇതിൽ എൻ്റെ സ്വഭാവമൊക്കെ വന്നിട്ടുണ്ട്. ദേശാടന കിളികൾ കരയാറില്ല, അത് വളരെയധികം ഡിബേറ്റഡ് ആയിട്ട് പറയുന്ന കാര്യം. ഒന്ന് അതിനോടുകൂടി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പാർക്കാൻ മുന്തിരി തൊപ്പുകളുടെ കാര്യം കൂടെ പറയാം. അതായത് എനിക്ക് തോന്നുന്നു ആ ഒരു കാലത്തെ ദേശാടന കിളികളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ലെസ്ബിയൻ സബ്ജക്റ്റ് ആണ്, ആരും ഡീൽ ചെയ്തിട്ടില്ല. അതാണ് ചോദിക്കാനായിട്ട് ഞാൻ നിന്നൊരു കാര്യം. അത് ഒരു ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും. അത് പ്രണയമാണോ അതോ അവർ തമ്മിൽ വെറും സൗഹൃദം മാത്രമാണോ? ആ ഏജിൽ ഉണ്ടാകാവുന്ന ഒരു ലെസ്ബിയനിസമാണ് അതിൻ്റെ ഒരു. പക്ഷെ അത് കാണുന്നവർക്ക് അറിയുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്കത് പിടിയിട്ടില്ല. അപ്പം അത്തരത്തിലൊരു കഥയൊക്കെ വരുന്ന സമയത്ത് അമ്മയൊക്കെ ആയിട്ട് അമ്മയുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം വായിക്കുന്നത് ഞാനാണ്. എൻ്റെ അഭിപ്രായങ്ങൾ അപ്പം തന്നെ പറയും. എനിക്കൊരു കുഴപ്പവും തോന്നിയിട്ടില്ല. അപരന്റെ ക്ലൈമാക്സിന് അമ്മയും സാറും തമ്മിൽ ഇതുപോലെ അടി ഉണ്ടായിട്ടുണ്ടോ? ക്ലൈമാക്സിന്റെ കാര്യത്തിൽ അടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പം അപരന്റെ കാര്യത്തിന് അടിയൊന്നും ഉണ്ടായിട്ടില്ല. വേറെ പലതിനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വരൂല്ല എന്ന് പറഞ്ഞ അദ്ദേഹം വേണ്ടാത്ത മാറ്റിയിരിക്കുമെങ്കിൽ. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇപ്പം പലതും ഒബ്സർവ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനാണ് എടുത്തത്. ഈവൻ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിലാണെങ്കിൽ പോലും റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ആണ്. ഇന്ന് നമ്മുടെ മനസ്സിൽ ഭയങ്കര നൊമ്പരായിട്ട് നിൽക്കുന്ന ഒരു പടമാണ് മൂന്നാം പക്കം എന്ന് പറയുന്ന ചിത്രം. തനിക്ക് ആരുമില്ലാതെ ഒരു മുത്തശ്ശൻ മാത്രമായിട്ട് നിൽക്കുന്നു, അവിടെ വന്ന് ആ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നഷ്ടപ്പെടുന്ന ഒരു കഥ. അത് ഇത്തരത്തിലുള്ള ഈ ഒരു മുത്തശ്ശനും ഈ ഒരു കൊച്ചുമോനും അത് ഇത് ശരിക്കും കണ്ടതാ. അദ്ദേഹം എഴുതാൻ പോയ കള്ളം പവിത്രനെ എഴുതാൻ പോയ സമയത്താണ് എന്നാണ് എൻ്റെ ഓർമ്മ. എഴുതാൻ അവിടെ പോയി ഇരുന്ന സമയത്ത് കടലിൻ്റെ അടുത്ത് പോയി. അവിടെ കുറച്ച് പിള്ളേർ മിണ്ടാതെ ഇങ്ങനെ വല്ലാതെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ എന്തോ കുഴപ്പമുണ്ട് എന്ന് തോന്നി ചോദിച്ചപ്പോൾ അവരുടെ കൂടെ വന്ന പിള്ളേർ 2 പേര് വെള്ളത്തിൽ പോയി. ഒരാളുടെ ബോഡി കിട്ടി, മറ്റേ കിട്ടിയിട്ടില്ല, തിരിച്ച് വന്നിട്ടില്ല. അപ്പോൾ വീട്ടുകാരെ അറിയിക്കാൻ കുറച്ച് വേറെ 1-2 കുട്ടികളുടെ പോയിരിക്കുകയാണ്, കോളേജ് പിള്ളേരാ എന്ന് പറഞ്ഞു. അത് ആണ് ശരിക്കും മൂന്നാം പക്കമായി മാറി. മാത്രമല്ല അതേ സമയത്ത് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു പയ്യൻ പറഞ്ഞ പോലെ സ്കൂളിലോ കോളേജിലോ മറ്റോ പോയതാണ്. ആ പയ്യൻ കടലിൽ പോയി. എൻ്റെ സൈക്കിളും പുസ്തകവും ഒക്കെ കടപ്പുറത്തിരിപ്പുണ്ടായിരുന്നു.
ആ പയ്യൻ്റെ അനിയൻ പെരുവഴി അമ്പലത്തിൽ അഭിനയിച്ചിട്ടുണ്ട് തുടക്കത്തിൽ, ഒരു വളരെ കുറച്ച്. അമ്മ ഒരു കാര്യം കൂടി ഇദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചില്ല എന്നെങ്കിൽ അത് കംപ്ലീറ്റ് ആവില്ല. അതായത് ഒരു 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 ലെജൻസിന്റെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ മലയാള സിനിമയിൽ. എന്നും നമ്മൾ പറയുന്ന മറ്റേ വളരെ ലെജൻഡറി ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് പേര്, അല്ലെങ്കിൽ ആ ഒരു 3-4 പേര് ഒരുമിച്ച് നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പത്മരാജൻ സാറ്, ഭരതൻ സാറ്, ജോർജ് സാറ്, IV ശശി സാറ്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു സൗഹൃദം, മോഹൻ, ജോർജ് KG ജോർജ്, മോഹൻ, അവരൊക്കെ ആയിരുന്നു ഒരുപോലത്തെ പടങ്ങൾ എടുത്തത്. അതിൽ IV ശശിയും മറ്റേ ജോഷിയും അതിൽ പെടുന്നില്ല. ഇവര് 4 പേരുമാണ് ഏകദേശം. ജോഷി സാറിന് വേണ്ടിയിട്ടും അത് അവസാനത്തെ ഒരു എഴുതി കൊടുത്തിട്ടുണ്ട്, ആവശ്യപ്പെട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതല്ല, ഇവര് ഒരുപോലെ ഏകദേശം പടം എടുത്തിരുന്നത് KG ജോർജ്, മോഹൻ, ഭരതൻ, പത്മരാജൻ, ഇവർ 4 പേരുമാണ് ഏകദേശം വേറൊരു തരം എടുത്തിരുന്നത്. മറ്റൊരു കുറച്ചുകൂടി കമേഴ്ഷ്യലൈസ് ചെയ്താൽ അവരുടെ പടങ്ങളൊക്കെ ശരിക്കും ഓടുമായിരുന്നു. ഇവരുടെ പടങ്ങളെല്ലാം ഒന്നും ഓടുന്നവയായിരുന്നില്ല. ഓക്കെ. അപ്പൊ ആ ഒരു സൗഹൃദം എങ്ങനെയായിരുന്നു ബിഹൈൻഡ് ഈ ഒരു സിനിമാ സെറ്റുകൾക്ക് ഔട്ട്സൈഡ് അല്ല ഇവരുടെ ഒരു സൗഹൃദം, അല്ലെങ്കിൽ അത് വീടുകളിലേക്ക് ഈ ഒരു സൗഹൃദം നീണ്ടു നിൽക്കുമായിരുന്നോ? ഇവരെല്ലാവരുമായിട്ടും ഞങ്ങൾക്ക് അടുപ്പമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പറഞ്ഞ 3 പേരുമായിട്ടും. ഇപ്പൊ ഈയിടെയല്ലേ മോഹൻ മരിച്ചത്, പപ്പം പോയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ പോയി കണ്ടിരുന്നു ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോൾ. അതുപോലെ ഏറ്റവും അടുപ്പം ഭരതനും ലളിതയായിട്ടായിരുന്നു. ആദ്യത്തെ പടം ഭരതൻ്റെ കൂടെയല്ലേ ചെയ്തത്, പ്രയാണം. ആദ്യം ഭരതന് വേണ്ടിയിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അവർ തമ്മിൽ അങ്ങേയറ്റം അടുപ്പമുണ്ടായിരുന്നു. പിന്നെ ജോർജായിട്ടും നല്ല അടുപ്പമുണ്ടായിരുന്നു. ഒക്കെ മക്കളുടെ കല്യാണത്തിനൊക്കെ വിളിക്കുകയും ഞങ്ങളൊക്കെ പോയിട്ടുണ്ട് അവിടെ. അപ്പം അമ്മ എനിക്ക് കുറച്ച് ഓഫ് ക്യാമറയിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അമ്മ ഒരു മനോഹരമായൊരു പ്രണയകഥയുടെ ഒരു തുടക്കം പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ആ കഥ നമ്മുടെ പ്രേക്ഷകരുമായിട്ടും കൂടെ ഒന്ന് പങ്കുവയ്ക്കാം. എങ്ങനെയായിരുന്നു? ഞാൻ 65 ഏപ്രിൽ 21 ആകാശവാണി തൃശ്ശൂരിൽ ജോയിൻ ചെയ്യുന്നത്. അതുവരെ തൃശ്ശൂർ ഒരു റിലേയിങ് സ്റ്റേഷനായിരുന്നു. മറ്റുള്ള സ്ഥലത്ത് നിന്ന് റിലേ ചെയ്യൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൈവ് അനൗൺസ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ലൈവ് അനൗൺസ്മെൻറ്റ് തുടങ്ങുന്നത് 65 മെയ് 2-നാണ്. പിന്നെ ഞാൻ 21 ജോയിൻ ചെയ്തതോടെ 26 പത്മരാജൻ വന്നു. അപ്പം ആദ്യം ഈ ടേൺ ടേബിളും ടേപ്പ് ഡെക്കും ഒക്കെ എങ്ങനെ ഓൺ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാനാണ് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആദ്യം എനിക്ക് നേരത്തെ പഠിപ്പിച്ചു തന്നു. അവിടുത്തെ എൻജിനീയേഴ്സൊക്കെ വന്ന് പഠിപ്പിച്ചു തന്നു. കുറേ എൻജിനീയറിങ് അസിസ്റ്റൻസും ഞാൻ ആദ്യത്തെ അനൗൺസർ, രണ്ടാമത് വെൺമണി വിഷ്ണു വന്നു, മൂന്നാമത് പത്മരാജൻ വന്നു. അപ്പോൾ അമ്മയാണ് സാറിനെ പഠിപ്പിച്ചതൊക്കെ എന്ന് പറഞ്ഞു. അപ്പം ഏതൊരു സമയത്താണ് ഈ ഒരു ടീച്ചറിനോടുള്ള അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രണയം രണ്ടുപേരും തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു? ടീച്ചർ എന്നൊന്നും പറയാനൊന്നുമില്ല. സത്യം പറഞ്ഞ എപ്പോഴാ പ്രണയം വന്നതെന്നൊന്നും പറയാൻ അറിഞ്ഞൂടാ. ഒന്നിച്ച് കുറേ ഞങ്ങൾ ഈ പറഞ്ഞല്ലോ, ഏറ്റവും അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 2 പേരായിരുന്നു. കൂട്ടത്തിൽ കുട്ടികൾ തമ്മിലൊരു അടുപ്പമുണ്ടായി എന്നുള്ളതേ ഉള്ളൂ. അത് പിന്നെ അങ്ങനെ പൊതുവെ അദ്ദേഹത്തിന്റെ പല സിനിമകളിലും പ്രത്യേകം എടുത്ത് ഞാൻ ഇപ്പോൾ ചോദിക്കട്ടെ, നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ അത് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ അദ്ദേഹം നൽകുന്ന അതിൻ്റെ അകത്തുള്ള ഒരു കത്തുണ്ട്. ആ കത്തിലെ വരികളുണ്ട്, നമുക്ക് എന്നും മനസ്സിൽ ഓർമ്മിച്ച് വെക്കുന്ന വരികളാണ്. വരൂ പ്രിയെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് പാർക്കാം എന്ന് തുടങ്ങുന്ന ഏറ്റവും എപ്പിക്കായിട്ടുള്ള ഒരു ഡയലോഗ്. അപ്പോൾ അത്രയും മനോഹരമായ കത്തുകൾ സിനിമയിൽ എഴുതുന്ന ഒരു വ്യക്തി അമ്മയ്ക്ക് കത്തുകൾ തരാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കത്തിലെ സാഹിത്യം എങ്ങനെയുണ്ടായിരുന്നു? അദ്ദേഹം കത്തുകൾ തരുമൊന്നുമില്ല. അവിടെ ഞങ്ങൾ നേരിട്ട് കണ്ടോണ്ടിരിക്കുകയില്ല, കത്ത് തരേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ അടുപ്പമാണെന്ന് അറിഞ്ഞപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയി എന്നെ ജോലി റിസൈൻ ചെയ്യിച്ചു. ഇനി ജോലിക്കൊന്നും പോകണ്ട, വീട്ടിലിരുന്നാൽ മതി എന്നും പറഞ്ഞ്. ഒരുപാട് കല്യാണാലോചനകൾ വരുന്ന സമയമായിരുന്നു. ഞാനെല്ലാം റിജക്റ്റ് ചെയ്തു. അപ്പോൾ വീട്ടിലെ അച്ഛമ്മയുടെ അവർ പറഞ്ഞു കൊടുത്തു, ഇങ്ങനൊരു ബന്ധമുണ്ട്, അതാണ് സമ്മതിക്കാത്തത് എന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ ബ്രദറും, അച്ഛനല്ല ബ്രദറും അമ്മയും കൂടെ വന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് എന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുത്തെഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് കണ്ടിന്യൂസ് 5 കൊല്ലം. 70-ലായിരുന്നു കല്യാണം. 5 കൊല്ലം കത്തെഴുതി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വല്ലതും എഴുതാൻ ഒക്കെ അദ്ദേഹത്തിൻ്റെ കത്തുകൾ വായിച്ച് അതിനുള്ള മറുപടി എഴുതിയാണ് വല്ലതും എഴുതാം എന്നൊരവസ്ഥയിലെത്തിയത്.
എന്നുള്ളതാണ് സത്യം. നല്ല പോയറ്റിക് ആയിട്ടുള്ള കത്തുകൾ. അതിൽ ഏതെങ്കിലും വരികൾ അമ്മ എന്നും എന്നും ഓർത്തിരിക്കുന്ന അങ്ങനെ ഏതെങ്കിലും വരികളുണ്ടോ? എല്ലാ വരികളും ഓർമ്മയുണ്ട്, പക്ഷെ ഇപ്പൊ പറയാനൊക്കില്ല. ഓക്കേ. അത് ഞാൻ ചോദിക്കാനും പാടില്ല. സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴും കത്തുകളെല്ലാം. ഞാനെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെ അത് ബൈൻഡ് ചെയ്ത് അതൊക്കെ ഞാൻ കാണിച്ചു തരാം, എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പൊതുവെ അദ്ദേഹത്തിലെ സിനിമാക്കാരനെ ഇഷ്ടപ്പെടുന്നതിനൊപ്പം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഒരുപടി മുകളിൽ അദ്ദേഹത്തിലെ സാഹിത്യകാരനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഇതിൽ രണ്ടിൽ ആരെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രേമിച്ചത്? സംശയമായി വേണ്ട എഴുത്തുകാരൻ, അല്ലാതെ സിനിമാക്കാരൻ എന്നുള്ള നിലയ്ക്ക് അല്ലല്ലോ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് തന്നെ. അദ്ദേഹം കാണുമ്പോ സിനിമാക്കാരനല്ലല്ലോ, പിന്നീടല്ലേ സിനിമയൊക്കെ വന്നത്. അദ്ദേഹത്തിന്റെ ഒരു ശരിക്കും ഇത് രണ്ടും അല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവമാണ് എന്നെ എനിക്ക് ഇഷ്ടം തോന്നിയത്. ഭയങ്കര ഗൗരവം, ആരോടൊന്നും സംസാരിക്കില്ല, അങ്ങനെ സംസാരിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. പിന്നെ ഭയങ്കര ഒബ്സർവേഷനായിരുന്നു, നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കും. ഞാനാണെങ്കിൽ ഏത് സമയവും പിറുപിറാന്ന് സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു വസ്തു ഞാൻ ഈ പറയുന്നത് മുഴുവൻ കേട്ട് 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 അപ്പൊ എനിക്കറിഞ്ഞൂടെ ഇത് മുഴുവൻ ഒരു കമ്പ്യൂട്ടറിൽ പോലെ എങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് എനിക്കറിയില്ല. ഞാൻ റിസൈൻ ചെയ്ത അദ്ദേഹം കഥകൾ എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ പറഞ്ഞത് പലതും പല കഥാപാത്രങ്ങളും നക്ഷത്രങ്ങളെക്കാവിലൊക്കെ എൻ്റെ കുടുംബത്തിലുള്ള കഥയെ അത് മുഴുവൻ കഥയായി വന്നു. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. എൻ്റെ അമ്മാവൻ വന്നെന്നെ പറയാനൊന്ന് ഈ അമ്മാവനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാവരെയും കുറിച്ച് അമ്മാവൻ എന്നോട് സംസാരിക്കാതെ ഒരുപാട് കാലത്തിന്. പിന്നെ കുറേ ബന്ധുക്കൾ ഈ പാർവതിക്കുട്ടി എന്ന് പറഞ്ഞൊരു കഥയുണ്ട് അതിൽ. അത് ഏറ്റവും അടുത്ത ആളായിരുന്നു, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിൻ്റെ കഥയായിരുന്നു അത്. അമ്മാവൻ്റെയും ഏറ്റവും അടുത്ത ആൾക്കാരായിരുന്നു. എല്ലാം ഞങ്ങൾ ബന്ധുക്കളാണല്ലോ. ചുരുക്കം പറഞ്ഞാൽ നാട്ടിലെല്ലാവരും എന്നെ ചീത്ത പറയാൻ തുടങ്ങി. ഇവരെയൊക്കെ കഥ വായിക്കുന്നവർക്ക്, കഥ ഇഷ്ടപ്പെടുന്നവർക്ക് കാര്യം വേറെ, പക്ഷെ അല്ലാത്ത ബന്ധുക്കളൊക്കെ പലരും എന്നെ കണ്ടാൽ സംസാരിക്കാതെയായി. അപ്പൊ എൻ്റെ മകളോ, അമ്മാവൻ പറഞ്ഞു എൻ്റെ മകളോ മറ്റേ കണക്കെ 2 കാലും കൂടി ചീന്തി ഞാൻ കുളത്തിൽ എറിഞ്ഞേനെ. പക്ഷെ ഞാൻ അവസാനം അമ്മാവൻ തന്നെ കല്യാണം നടത്തി തന്നു എന്നുള്ളതാണ്. ഓക്കെ അമ്മ, അപ്പോ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഓൾ ദ ഫ്യൂച്ചർ എൻഡീവേഴ്സ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മളുമായിട്ട് ഇത്രയും സമയം ചെലവിട്ടതിന്. താങ്ക് യു സോ മച്ച്. നന്ദി.